സൂംബ വിവാദത്തിൽ മതപണ്ഡിതരുടെ നിലപാടിനെതിരെ കേരള നദ്വത്തുൽ മുജാഹിദീൻ സമൂഹത്തിൽ ചേരിതിരിവുണ്ടാക്കുന്ന സമീപനം മതപണ്ഡിതരിൽ നിന്നും ഉണ്ടാകരുതെന്ന് KNM. വർഗീയത കത്തിക്കുന്നവർക്ക് അതണയ്ക്കാൻ കഴിയില്ലെന്ന് തിരിച്ചറിയണം. മതപണ്ഡിതന്മാർ പക്വത കാണിക്കണമെന്നും KNM പ്രസിഡന്റ് TP അബ്ദുള്ളക്കോയ മദനി പറഞ്ഞു. വെറുതെ ഒരു കാട്ടുതീ പോലെ ഈ ഒരു വിവാദമുണ്ടാക്കി ആ വിവാദത്തിൻ്റെ പിന്നാലെ പോയി മതപരമായിട്ടുള്ള വർഗീയമായിട്ടുള്ള വിശദീകരണങ്ങൾ അതുപോലെ തമ്മിലടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോയത് ബോധപൂർവം ആരോ ചെയ്തതാണ്. അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല. പക്വമായ ഒരു ചർച്ച അല്ലെങ്കിൽ ബോധവൽക്കരണം അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തൽ നടന്നാൽ പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമാണിത്. അത് സോഷ്യൽ മീഡിയയിലും അതുപോലെ സമൂഹത്തിൽ ഒന്നായി മതത്തെ ഇകഴ്ത്തുന്ന തരത്തിലും അതുപോലെ പുതിയ ധാരണകളെയും ചിന്തകളെയും എല്ലാം പരിഹസിക്കുന്ന വെല്ലുവിളിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇത് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. വിവരങ്ങളുമായി ബെൻസൺ ബാബു ചേരുന്നുണ്ട്. ബെൻസൺ, ഈ സൂംബ വിഷയത്തിൽ വിവാദമുണ്ടാക്കിയതിൽ മത സംഘടനകളിൽ തന്നെ വിഭിന്ന സ്വരങ്ങൾ ഉണ്ടാകുന്നു. അതാണിപ്പോൾ KNMന്റെ ഈ വാക്കുകളിൽ നിന്നും KNM നിന്നുള്ള ഈ ഒരു പ്രതികരണത്തിൽ നിന്നും മനസ്സിലാകുന്നതും. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? KNM സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുള്ളക്കോയ മദനിയുടെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത്. അദ്ദേഹം പറയുന്നതനുസരിച്ച്, അതായത് ഈ വിവാദം ഉണ്ടായത് ഒരു അനാവശ്യ വിവാദമാണ് ഉണ്ടായത്. അത് വിദ്യാർത്ഥികൾക്കിടയിൽ പോലും, അതായത് ചെറിയ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കിടയിൽ പോലും വർഗീയത ചർച്ചയാക്കുന്ന തരത്തിലായിപ്പോയി ഈ ഒരു വിവാദം എന്നാണ് അദ്ദേഹം പരാമർശിക്കുന്നത്. അത് തീർത്തും ഒഴിവാക്കേണ്ടതായിരുന്നു എന്നും പറയുന്നു. കാരണം അതായത് മുൻകാലങ്ങളിലും ഈ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടും വിദ്യാഭ്യാസ മേഖലയിൽ വരുത്തുന്ന പരിഷ്കരണവുമായി ബന്ധപ്പെട്ടും വലിയ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുട്ടികൾ മിനി സ്കർട്ട് ധരിക്കുന്ന രൂപത്തിലേക്ക് മാറുന്നതും എല്ലാം തന്നെ മുൻപും വലിയ ചർച്ചകളാവുകയും വിവാദങ്ങളാവുകയും ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ അന്നുണ്ടാകാത്ത അത്രത്തോളം വലിയ വർഗീയ ചിന്തകളാണ് ഇന്ന് ഈ സൂംബ ഡാൻസ് കുട്ടികളെ കളിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം അധ്യാപകനായി വർക്ക് ചെയ്ത ഒരാളായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഈ വിവാദം അനാവശ്യമായിട്ടുള്ളൊരു വിവാദമാണ്. ഇത് ഉണ്ടാക്കിയ ആളുകൾ അവർക്ക് ഒരു വർഗീയ കാഴ്ചപ്പാട് അല്ലെങ്കിൽ വർഗീയ ചേരിതിരിവ് വിദ്യാർത്ഥികൾക്കും സമൂഹത്തിനും ഇടയിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു വിവാദം ഉണ്ടാക്കിയെടുത്തത് എന്നാണ് അവർ ആരോപിക്കുന്നത്. ഒരു തരത്തിലും ഇത് മുൻപോട്ട് കൊണ്ടുപോകരുത്. അത് ചർച്ച ചെയ്തും അതിന്റെ പരിഹാര മാർഗങ്ങൾ കണ്ടെത്തിയും ഇത് ഇപ്പോൾ തന്നെ പരിഹരിക്കേണ്ടതാണ് എന്നും അവർ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പൊതുവിദ്യാഭ്യാസ മേഖലയിലാവട്ടെ അല്ലെങ്കിൽ മറ്റ് സർവകലാശാലകളിലാകട്ടെ, ഇങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ പാടെ മുൻപോട്ട് പോകുമ്പോൾ ഇനിയുള്ള മുൻപോട്ടുള്ള കാലത്ത് ചർച്ചയാവേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് വിദ്യാഭ്യാസ മേഖലയുടെ സമഗ്ര നവീകരണമാകട്ടെ, സ്കൂളുകളെ സംബന്ധിച്ചാവട്ടെ, ഇവയെല്ലാം ചർച്ച ചെയ്യാതെ അല്ലെങ്കിൽ പ്രായോഗികമായും ജനങ്ങൾക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഗുണമുണ്ടാകുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ ഇത്തരത്തിൽ മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്ത് യഥാർത്ഥ പ്രശ്നങ്ങളെ വഴിതിരിച്ചു വിടുന്ന ഒരു സാഹചര്യവുമാണ് ഉള്ളത് എന്നും അവർ അഭിപ്രായപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ്, തിരഞ്ഞെടുപ്പുകൾ അടുക്കുമ്പോഴും മറ്റ് ഏത് ഘട്ടത്തിലാണെങ്കിലും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് അല്ലെങ്കിൽ വർഗീയപരമായിട്ട് കാര്യങ്ങളെ ചിന്തിക്കുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രചാരണം നടത്തുക, അത് സമൂഹത്തിൽ ഇപ്പോഴുണ്ട്. അത് വിദ്യാർത്ഥികൾക്കിടയിൽ കൂടി അടിച്ചേൽപ്പിക്കുന്ന ഒരു തരം നിലപാടാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു വിവാദമാണ് ഈ സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ട വിവാദമെന്നും പറയുന്നു. അപ്പോൾ അത്തരത്തിലൊരു വിവാദം ഇനി ഒരിക്കലും അല്ലെങ്കിൽ അത് നിലനിൽക്കാൻ പാടില്ല. അത് ഇപ്പോൾ നിലവിൽ ആർക്കൊക്കെയാണ് ഈ ഒരു സൂംബ വിദ്യാർത്ഥികളെ കളിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് സംശയമുള്ളത് അല്ലെങ്കിൽ ആശങ്കയുള്ളത്, അത്തരം ആളുകൾ വിദ്യാഭ്യാസ വകുപ്പോ ബന്ധപ്പെട്ട ആളുകളുമായോ മുഖ്യമന്ത്രിയുമായോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമായോ ചർച്ച നടത്തുക. അതിൽ കാര്യമായിട്ടുള്ള ഏത് രീതിയിലാണ് ഇവരുടെ ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് അവരുമായി ചർച്ച നടത്തുക, അതിനൊരു പരിഹാരം കാണുക. അല്ലെങ്കിൽ എന്താണ് അവരുടെ ആശങ്ക അകറ്റുന്ന തരത്തിൽ ചർച്ചകൾ നടത്തിയതിനു ശേഷം മാത്രമായിരുന്നു ഇത്തരത്തിൽ പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തേണ്ടിയിരുന്നതെന്ന് പറയുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പരസ്യ പ്രതികരണം നടത്തുന്നതിന് മുൻപേ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഇവ എഴുതുകയും അത് കൂടുതൽ ആളുകളിലേക്ക് എത്തുകയും അത് കൂടുതൽ സ്പർദ്ധ വളർത്തുന്ന തരത്തിലേക്ക് മുൻപോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹവും KNMഉം വ്യക്തമാക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്കുള്ളിൽ പോലും വർഗീയത പടർത്താൻ മാത്രമേ ഇപ്പോഴത്തെ ഈ ചർച്ചകൾ വഴിവെക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഉടൻ തന്നെ ഈ ചർച്ചകൾക്ക് ഒരന്ത്യം കാണണം, ഈ വിവാദങ്ങൾക്ക് ഒരന്ത്യം കാണണമെന്നുമാണ് KNMന്റെ ആവശ്യം. കാലാകാലങ്ങളായി പക്വമായിട്ടുള്ള നിലപാടുകളാണ് ഇത്തരത്തിൽ ഉയർന്നു വരുന്ന വിവാദങ്ങളിലെല്ലാം തന്നെ KNM എടുത്തിട്ടുള്ളത്. സമാന രീതിയിൽ സൂംബ വിവാദത്തിലും ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ വരുത്തുന്ന പരിഷ്കാരങ്ങളെല്ലാം അത് അംഗീകരിക്കേണ്ടതാണ് എന്ന് തന്നെയാണ് KNMന്റെ അഭിപ്രായം. അതോടൊപ്പം
തന്നെ ഈ സൂംബയുമായി ബന്ധപ്പെട്ട് ഇത് കളിക്കുന്ന വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ കുട്ടികളെ അല്ലെങ്കിൽ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശാരീരികവും മാനസികവുമായി ഉണ്ടാകുന്ന മാറ്റം അത് ഏതു തരത്തിലാണ് എന്നുള്ളതിനെ പറ്റിയുള്ള റിസർച്ചുകൾ പഠനങ്ങളെല്ലാം തന്നെ മുൻപ് നടന്നിട്ടുള്ളതാണ്. അവ പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ അവൈലബിളുമാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു തെളിയിച്ച വസ്തുതയെ വീണ്ടും മറ്റൊരു തലത്തിൽ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് സഞ്ചരിക്കാൻ മാത്രമേ പ്രേരിപ്പിക്കൂ എന്നും കൂടി അവർ അവകാശപ്പെടുന്നുണ്ട്. സൂചിപ്പിച്ചതുപോലെ തന്നെ മുസ്ലിം സംഘടനകളെല്ലാം തന്നെ ഒന്നടങ്കം എതിർക്കുമ്പോഴും KNMന്റെ ഭാഗത്ത് നിന്നും വന്നിട്ടുള്ള ഈ ഒരു പ്രതികരണം അത് ഏറെ ആശാവഹമാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നിലവിൽ ഈ ആശങ്കയുള്ള സംഘടനകളും വ്യക്തികളും ഇത് കൃത്യമായും ചർച്ച നടത്തി ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ വിവാദത്തിന് ഒരു അന്ത്യം കാണണമെന്നുമാണ് KNM ആവശ്യപ്പെടുന്നത്. അതെ, പണ്ഡിതന്മാർ ഇപ്പോൾ ഈ സൂംബ വിഷയത്തിൽ എടുത്തിരിക്കുന്നത് അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണെന്നാണ് ഇപ്പോൾ KNM പ്രസിഡന്റ് TP അബ്ദുള്ളക്കോയ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞതിന്റെ വിശദാംശങ്ങളായിരുന്നു ബെൻസൺ ബാബു നൽകിയത്.